ഈ അടുത്തിടെയാണ് നടി രേണു സുധി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത്. ആദ്യം വെറും 45 രൂപയ്ക്കാണ് രേണു സുധി സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നീട് ഡിമാൻഡ് കൂടിയതോടെ നിരക്ക് 199 രൂപയിലേക്ക് വർദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിലൂടെയാണ് തന്റെ ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ചും രേണു സുധി പങ്കുവയ്ക്കാറുള്ളത്. അക്കൂട്ടത്തിൽ ഏകദേശം 2 ലക്ഷത്തിലധികം രൂപയാണ് താരം സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രമായി സ്വന്തമാക്കിയത് എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ പുറത്തുവരുന്നത്. യൂട്യൂബർ സായി കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുമുണ്ടായിരുന്നു. പണം സമ്പാദിക്കാൻ രേണു മോശം രീതിയിലുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നു എന്നാണ് ഇവരുടെ ആരോപണം. രേണു സുധി സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിരവധി പേരായിരുന്നു വിമർശനങ്ങൾ അറിയിച്ചുകൊണ്ട് എത്തിയത്. ഇപ്പോഴത്തെ അവർക്ക് രേണു സുധി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല. എന്റെ കുടുംബം നോക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് അന്തസ്സായി തന്നെ ഞാൻ ചെയ്യുന്നുമുണ്ട്. മറ്റു പല പ്രമുഖ താരങ്ങളും സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച് പണമുണ്ടാക്കുന്നു. എന്നാൽ ഞാൻ തുടങ്ങിയതിൽ മാത്രമാണ് പലർക്കും പരാതിയും പ്രശ്നവുമുള്ളത്. എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് രേണു ഇപ്പോൾ പ്രേക്ഷകരോട് എല്ലാവരോടും ചോദിച്ചിരിക്കുന്നത്. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന മരണപ്പെട്ടുപോയ തുല്യ കലാകാരനും നടനുമായിരുന്ന കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സുധി. ഈ അടുത്തിടെയാണ് രേണു അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾക്കായി തുടങ്ങിയിരിക്കുകയാണ് രേണു സുധി.